ഹലോ, ശാന്തീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചക്കപ്പഴം പ്രഥമനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് 1 കപ്പ് അരിഞ്ഞ ചക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾക്ക് ആവശ്യം ചൗവരിയാണ്. ചൗവരി നല്ലവണ്ണം കഴുകിയതിന് ശേഷം അതൊരു 2-3 മണിക്കൂർ നേരം വെള്ളമൊഴിച്ച് കുതിർത്ത് എടുത്തതാണ്. ഇത് നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നു. ഇനിയും നമുക്ക് ആവശ്യം 2 സ്പൂണ് റാഗി പൗഡറാണ്. അത് നമ്മൾ കട്ടകളൊന്നുമില്ലാതെ നല്ലവണ്ണം വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുവാനായിട്ട് പോവുകയാണ്. ഇത് ഒത്തിരി അങ്ങ് കുറുകി പോകണ്ട, ചെറുതായിട്ടൊന്ന് കുറുകിയാൽ മതി. ഒത്തിരി കട്ടിയായിട്ട് നമ്മളാക്കണ്ട, നമ്മൾ കോരി ഒഴിക്കുന്ന ഒരു പരുവത്തിൽ കുറുകിയെടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ എങ്ങനെയാണ് കുറുകിയിരിക്കുന്നതെന്ന്. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഈ സമയത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി, ഇപ്പോൾ പ്രഷർ കുക്കർ തുറക്കാൻ സമയമായി തുറന്നു. നമ്മൾ കാണുന്നത് നല്ല പളുങ്കുമണി പോലൊക്കെ ചവ്വരി വെന്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ ചവ്വരിയും ഈ വേവിച്ച റാഗി പൗഡറും എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ചേർത്ത് വെക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഓഫ് ചെയ്ത് റാഗി പൊടി പൗഡറിലേക്ക്, കുറുക്കിയ റാഗി പൊടിയിലേക്ക് നമ്മൾ ചവ്വരി ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ ചക്കപ്പഴം അതേ കുക്കറിൽ വേവിക്കാനായിട്ട് പോവുകയാണ്. അതും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വിസിൽ വരണ്ട, ആ വിസിൽ വരുന്ന ശബ്ദം ആകുമ്പോഴത്തേക്ക് കുക്കർ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ചക്ക നല്ലവണ്ണം വെന്തിരിക്കും. ആ സമയം നമുക്കിതിലേക്ക് ചേർക്കാൻ ഇച്ചിരി ശർക്കരയുടെ ആവശ്യമുണ്ട്. അത് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ട് അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്കപ്പഴം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. കുറച്ച് ചക്ക നമ്മൾ ഉടച്ചെടുക്കും, ബാക്കി നമുക്കൊന്ന് കടിക്കത്തക്കവണ്ണം അങ്ങനെ നമ്മളതിനകത്ത് അത് നമ്മളങ്ങ് വിടും. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ റാഗി പൗഡറുണ്ട്, ചവ്വരി വേവിച്ചതുണ്ട്, ചക്കപ്പഴമുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ചേർത്തതിന് ശേഷം നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ആ പരുവത്തിലേക്ക് നമ്മളിതൊന്ന് ഇളക്കി കുറുക്കിയെടുത്തതിന് ശേഷം ഇത് തേങ്ങാപ്പാലിൽ നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. പശുവിൻ പാൽ നേരത്തെ നമ്മൾ ചൂടാക്കി കാച്ചിയെടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ചിലപ്പം പിരിഞ്ഞു പോകും. അപ്പോൾ അത് പിരിയാതിരിക്കാനായിട്ട് പശുവിൻ പാലൊന്ന് കാച്ചിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് കുറുകി കഴിയുമ്പോൾ ചെറിയ തീയിൽ പാൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഏത് പരുവമാണോ, കുറുകിയാണോ അതോ ഇച്ചിരി നീളത്തിൽ വേണോ, അങ്ങനെ ആക്കിയിട്ട് നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്തിട്ട് വാങ്ങാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇടുവാനായിട്ട് കുറച്ച് ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് ചുക്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇത് നല്ല പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞു, ആവശ്യത്തിന് കുറുകിക്കഴിഞ്ഞു. നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള ചുക്കും ഏലക്കായും ഒക്കെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനിയും നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് പോകുന്നത് 1 സ്പൂണ് നെയ്യ് ലാസ്റ്റിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അടാറ് ടേസ്റ്റാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മൾ ഇത് സാധാരണ ചെയ്യുന്നത് പോലെ കിസ്മിസും കാഷ്യൂനട്ടും തേങ്ങാക്കൊത്ത് വറുത്തതും ഒക്കെ ചേർത്ത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇടാവുന്നതാണ്. നിങ്ങളൊക്കെ ചെയ്തു നോക്കണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ ചക്കപ്പഴമൊക്കെയുള്ള സീസണാണ്, ഉണ്ടാക്കി നോക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.